Good morning, dears. This is Dizon Hybrid Campus. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി അക്ഷയ അജീഷ്. വെൽക്കം ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്രൊഥലാമിയനാണ്. പ്രൊഥലാമിയൻ എന്ന് പറയുന്ന എഡ്മണ്ട് സ്പെൻസർ എഴുതിയിട്ടുള്ള ഒരു പോയമാണിത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ് എഡ്മണ്ട് സ്പെൻസർ എന്ന് പറയുന്ന വ്യക്തി. പ്രൊഥലാമിയൻ, എപ്പിത്തലാമിയൻ എന്നൊക്കെ പറയുന്ന ഫേമസ് ആയിട്ടുള്ള പോയംസ് എഴുതിയിട്ടുള്ള ആളാണ് എഡ്മണ്ട് സ്പെൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഥലാമിയൻ എന്ന് പറയുന്ന ഒരു പോയമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ പ്രൊഥലാമിയൻ ആവട്ടെ എപ്പിത്തലാമിയൻ ആവട്ടെ ഈ രണ്ട് പോയത്തിൻ്റെയും സമ്മറി എന്ന് പറയുന്നത് മാരേജാണ്. മാരേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു പോയത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. മാരേജാണ് വിഷയം എന്ന് പറയുന്നത്. അപ്പം പ്രൊഥലാമിയൻ എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൽ അദ്ദേഹം രണ്ട് സഹോദരിമാരുടെ വിവാഹത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അവരെ രണ്ട് സഹോദരന്മാരാണ് വിവാഹം കഴിക്കുന്നത്. ഓക്കെ, രണ്ട് സഹോദരന്മാരാണ് വിവാഹം കഴിക്കുന്നത്. ഓക്കെ, അവരുടെ വെഡ്ഡിങ് ഒരു പോയട്രി ആയിട്ടാണ് ഇതിനെ കാണുന്നത്. വെഡ്ഡിങ് പോയട്രി ആയിട്ടാണ് ഈ പ്രൊഥലാമിയൻ എന്ന് പറയുന്നത്. രണ്ട് സഹോദരിമാരുടെ വിവാഹത്തെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയ കവിതയാണ് പ്രൊഥലാമിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പേര് ലേഡി കാതറിനും ലേഡി എലിസബത്തും. ഓക്കെ, ലേഡി കാതറിൻ ആൻഡ് ലേഡി എലിസബത്ത്, ഇതാണ് രണ്ട് സഹോദരിമാരെന്ന് പറയുന്നത്. ഇതിൽ ലേഡി കാതറിനെ വിവാഹം കഴിക്കുന്നത് ഹെൻറിക് ഹിൽഫോർഡ് ആണ്. ലേഡി എലിസബത്തിനെ വിവാഹം കഴിക്കുന്നത് വില്യം പീറ്റർ ആണ്. ഓക്കെ, ലേഡി കാതറിനെ വിവാഹം കഴിക്കുന്നത് ഹെൻറിക് ഹിൽഫോർഡും ലേഡി എലിസബത്തിനെ വിവാഹം കഴിക്കുന്നത് വില്യം പീറ്ററും ആണ്. ഓക്കെ, അങ്ങനെ അവർക്ക് അദ്ദേഹം എന്താണ് വിവാഹ മംഗളാശംസകൾ അറിയിക്കുന്നതാണ് ഈ ഒരു പോയം എന്ന് പറഞ്ഞാൽ. വിവാഹ മംഗളാശംസകൾ അദ്ദേഹം അവർക്ക് അറിയിക്കുന്നതാണ് ഈ ഒരു പോയം എന്ന് പറഞ്ഞാൽ. ഈ പോയറ്റ് ഒരു ദിവസം തേംസ് നദിയുടെ കരയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് രണ്ട് അരയന്നങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാണ്. അതിലൂടെ ആ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നത്, ഇങ്ങനെ നീന്തി വരുന്നത് കാണാണ് രണ്ട് അരയന്നങ്ങൾ. അപ്പോൾ ഈ രണ്ട് അരയന്നങ്ങളെ അദ്ദേഹം എന്തായിട്ടാണ് കാണുന്നത്? ഈ രണ്ട് പെൺകുട്ടികളായിട്ടാണ് കാണുന്നത്. കാരണം ആ രണ്ട് അരയന്നങ്ങൾ എന്ന് പറയുന്നത് അത്രയും സ്വർഗത്തിലിരിക്കുന്ന ദേവതമാർക്ക് പോലും അസൂയ തോന്നത്തക്ക വിധത്തിലുള്ള സുന്ദരികളാണ് ഈ പെൺകുട്ടികൾ. അതുകൊണ്ടാണ് ആ പെൺകുട്ടികളെ ഈ രണ്ട് അരയന്നങ്ങളുമായിട്ട് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അദ്ദേഹം ആ തേംസ് നദിയുടെ കരയിലൂടെ നടക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്, വളരെ സാഡാണ്. അദ്ദേഹത്തിൻ്റെ മൈൻഡൊക്കെ വളരെ ഡള്ളായിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഒരു തണുത്ത കാറ്റിങ്ങനെ വീശുന്നുണ്ട്. ആ സമയത്താണ് ഈ നദിയിലൂടെ ഈ രണ്ട് അരയന്നങ്ങൾ, വെളുത്ത രണ്ട് അരയന്നങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണുന്നത്. അവിടെ ആ സമയത്ത് അപ്പോൾ എന്താണ്, പക്ഷികൾ പാട്ട് പാടുന്നുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു ആംബിയൻസ് എന്നൊക്കെ നമ്മൾ പറയാറില്ല, അത്രയും മനോഹരമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് അവിടെ എന്നാണ് പറയുന്നത്. ആ സമയത്ത് അദ്ദേഹം കവിത എഴുതാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ കവിത എഴുതി തീരുന്നത് വരെ തേംസ് നദിയോട് ഈ സാവധാനത്തിൽ തന്നെ മധുരമനോഹരമായി തന്നെ ഇങ്ങനെ ഒഴുകാൻ പറയുകയാണ്. ആ ഒരു ഭംഗിയുള്ള ശബ്ദത്തോട് കൂടിയിട്ട് ഒഴുകാൻ പറയണം. കാരണം അദ്ദേഹം എഴുതുന്ന കവിത ആർക്ക് വേണ്ടിയിട്ടാണ്? ആ രണ്ട് പെൺകുട്ടികൾക്കുള്ള വിവാഹ മംഗളാശംസകളാണ് എന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? അദ്ദേഹം കവിത എഴുതി തീരുന്നത് വരെ എന്താണ്, ആ പക്ഷികളോട് മനോഹരമായി പാടുവാൻ പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത്, ഈ നദിക്കരയിൽ ഞാൻ രണ്ട് ദേവതമാരെ കണ്ടു എന്നതാണ് അദ്ദേഹം പറയുന്നത്. ആ രണ്ട് അരയന്നങ്ങളെ അല്ലെങ്കിൽ ആ രണ്ട് പെൺകുട്ടികളെ എന്താണ് അദ്ദേഹം പറയുന്നത്? ഞാൻ ഈ നദിക്കരയിൽ രണ്ട് ദേവതമാരെ കണ്ടു. എങ്ങനെയാണ്? നിംഫ് എന്ന് പറയുന്ന പരിശുദ്ധിയുടെ പ്രതീകമായിട്ടുള്ള, പരിശുദ്ധിയുടെ അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ദേവതകളെ പോലെ അല്ലെങ്കിൽ ആ ദേവതയേക്കാൾ സുന്ദരിയായിട്ടുള്ള എന്താണ് രണ്ട് ദേവതമാരെ ഞാൻ ഈ ഒരു നദിക്കരയിൽ കണ്ടു എന്ന് പറയാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ദേവതമാർ, ഈ സൗന്ദര്യത്തിൻ്റെയും വിശുദ്ധിയുടെയൊക്കെ ദേവതമാർ അവർക്ക് വേണ്ടിയിട്ട് ഭംഗിയുള്ള പൂക്കൾ കൊണ്ട് ബൊക്കെ നിർമ്മിക്കുകയാണ് എന്നാണ് പറയുന്നത്. അവിടെയുള്ള ഭംഗിയുള്ള പൂക്കൾ കൊണ്ട് ഈ അരയന്നങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് കൊടുക്കുവാൻ വേണ്ടി ഇങ്ങനെ ബൊക്കെ നിർമ്മിക്കുകയാണ് എന്നാണ് പറയുന്നത്. ആ രണ്ട് അരയന്നങ്ങൾ ആരായിരുന്നു എന്നാണ് പറയുന്നത്? ആ രണ്ട് ഭംഗിയുള്ള സുന്ദരികളായ ദേവതമാരെ തോൽപ്പിക്കുന്ന സുന്ദരികളായ രണ്ട് പെൺകുട്ടികളായിരുന്നു എന്നാണ് പറയുന്നത്. അത് അവർ ആ നദിയിലൂടെ ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് ഭംഗിയുള്ള സ്വർഗത്തിലെ അരയന്നങ്ങളെ പോലെയുള്ള അരയന്നങ്ങളായിട്ട് ആർക്ക് തോന്നുകയാണ്? നമ്മുടെ പോയറ്റിന് തോന്നുകയാണ്. അവരുടെ കണ്ണുകൾ എങ്ങനെയാണെന്ന് പറയുന്നത് വജ്രക്കല്ല് പോലെയുള്ള കല്ലുകൾ പോലെ തിളങ്ങുന്ന കണ്ണുകളായിരുന്നു എന്നാണ് പറയുന്നത്. ദേ ലുക്ക് സോ ബ്യൂട്ടിഫുൾ എന്നാണ് പറയുന്നത്. അവർ വളരെ 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 മനോഹരമായി കാണപ്പെടുന്നു. അത്രയും അധികം സുന്ദരികളായിരുന്നു. ദേവതമാർക്ക് പോലും അസൂയ തോന്നത്തക്ക വിധത്തിലുള്ള സുന്ദരികളായിരുന്നു അവരെന്നാണ് പറയുന്നത്. ഇവരെ കണ്ട് ദേവതമാർ പോലും എക്സൈറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. കാരണം അവരുടെ ഭംഗിയിൽ മതിമറന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത്.
പിന്നെന്താണ്, അവിടെ വിരിഞ്ഞിരിക്കുന്ന ലില്ലി പൂക്കൾ അവരുടെ വിശുദ്ധിയെ, അവരുടെ പരിശുദ്ധിയെ, അവരുടെ പ്യൂരിറ്റിയെ കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് അവരുടെ ലില്ലി പൂക്കൾ എന്ന് പറയുന്നത്. അതെന്താ പറയുന്നത്, ഈ നേച്ചർ മുഴുവൻ, ഈ പ്രകൃതി മുഴുവനും അവരെ ബ്ലസ് ചെയ്യുകയാണ്, അവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പ്രകൃതി മുഴുവൻ അവരെ എന്ത് പറഞ്ഞാണ് ബ്ലസ് ചെയ്യുന്നത്, അവരുടെ വരുംകാല ഭർത്താക്കന്മാർക്ക് എന്താണ്, അവരുടെ വരുംകാല പാർട്ട്ണർമാർക്ക് അവർ എന്ത് വേണം, അവരോട് ഇതേപോലെ സ്നേഹവും സന്തോഷവും ഒക്കെ നിറഞ്ഞ നല്ലൊരു ജീവിതമാകട്ടെ, ഈ പ്രകൃതി പോലെ തെളിഞ്ഞു നിൽക്കുന്നൊരു ജീവിതമാകട്ടെ എന്ന് പറഞ്ഞ് ആ പ്രകൃതി മുഴുവനും, ആ നേച്ചർ മുഴുവനും ആരെ അനുഗ്രഹിക്കുകയാണ്, ഈ 2 പെൺകുട്ടികളെ അനുഗ്രഹിക്കുകയാണ്. സോ ഇതാണ് പ്രഥലാമിയൻ എന്ന് പറഞ്ഞ എഡ്മണ്ട് സ്പെൻസർ എഴുതിയിട്ടുള്ള 2 സഹോദരിമാരുടെ വിവാഹ മംഗളാശംസകൾ, ഒരു വെഡ്ഡിങ് പോയിട്രി ആയിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള പോയത്തിൻ്റെ സമ്മറി എന്ന് പറഞ്ഞാൽ. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ താങ്ക് യു.